ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള SIR 2025-26 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ നമുക്ക് ഇതിനായിട്ടുള്ള എന്യൂമറേഷൻ ഫോം ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. SIRൻ്റെ എന്യൂമറേഷൻ ഫോം ഓൺലൈനായിട്ട് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇവിടെ കാണിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത് അല്പം കൂടിയിട്ടുണ്ട്. എങ്കിലും വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് സ്വന്തമായി വളരെ എളുപ്പത്തിൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായും കാണുക. വീഡിയോ മുഴുവനായും കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ ഒരു പ്രോസസ്സ് തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും അവകാശമാണ്. മറിച്ച് ഇതൊരു വോട്ട് ചെയ്യൽ മാത്രമായി കാണാതിരിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ ഒരു SIRനുള്ള എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് SIRൻ്റെ എന്യൂമറേഷൻ ഫോം ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ ഫോണിലുള്ള ബ്രൗസർ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിവിടെ സെർച്ച് റിസൾട്ട് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തേത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്തുകൊണ്ട് ഈ ഒരു സൈറ്റിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ശേഷം ഇവിടെ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ സർവീസസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം. ഒന്ന് ഫിൽ എന്യൂമറേഷൻ ഫോം എന്നുള്ളതും സെർച്ച് യുവർ നെയിം ഇൻ ലാസ്റ്റ് SIR എന്നുള്ളതും. ഇവിടുന്ന് നമുക്ക് നമ്മുടെ പേര് ലാസ്റ്റ് SIRൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇവിടെ സെർച്ച് യുവർ നെയിം ഇൻ ലാസ്റ്റ് SIR എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് കേരളം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെയുള്ള വ്യൂ എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഡിസ്ട്രിക്ട് എന്നുള്ളതിൽ നിന്ന് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിസ്ട്രിക്ട് ഏതാണ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ താഴെ നിയോജക മണ്ഡലം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിയോജക മണ്ഡലം സെലക്ട് ചെയ്യുന്നത് 2002 നിയോജക മണ്ഡലമാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ പുതിയത് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പഴയ നിയോജക മണ്ഡലം സെലക്ട് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പഴയ നിയോജക മണ്ഡലം ഏതാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബൂത്ത് നമ്പറും വേണം. അപ്പോൾ അതായത് ബൂത്ത് നെയിം അറിയാത്തവരാണെങ്കിൽ ഇത് രണ്ടും BLOനെ സമീപിച്ചുകൊണ്ട് ആ ഒരു ഡീറ്റെയിൽസ് ആദ്യം നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ പഴയ നിയോജക മണ്ഡലം വരുന്നത് പെരിന്തൽമണ്ണയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബൂത്ത് നെയിം എന്നുള്ളതിൽ നിന്ന് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ അന്നത്തെ ബൂത്ത് ഏതായിരുന്നു എന്നുള്ള ആ ഒരു ബൂത്ത് നെയിമും കൂടെ നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ ബൂത്ത് നെയിം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ വോട്ടർ നെയിം എന്നുള്ള ഭാഗത്ത് വോട്ടർ നെയിം ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. മലയാളത്തിലാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സെർച്ച് എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സെർച്ചിങ് കംപ്ലീറ്റ് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടില്ലാത്തവരാണെങ്കിൽ അപ്പോൾ അവരുടെ ബന്ധുവിൻ്റെ പേരാണ് സെർച്ച് ചെയ്ത് കണ്ടെത്തി വെക്കേണ്ടത് ആദ്യം. അപ്പോൾ നിങ്ങളുടെ പേര് മുമ്പില്ലാത്തവർ അവരുടെ ബന്ധുവിൻ്റെ, അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുടെയോ പേര് ഇതുപോലെ സെർച്ച് ചെയ്ത് കണ്ടെത്തി വെക്കണം. അപ്പോൾ നമ്മുടെ സെർച്ച് റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ആ ഒരു പേരിന് മാച്ചിങ് ആയിട്ടുള്ള പേരുകളൊക്കെ നമുക്കിതുപോലെ വന്നത് കാണാം. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ പേര് ഏതാണെന്നുള്ളത് കണ്ടെത്തി വെക്കുക. അതുപോലെ തന്നെ പഴയ ലിസ്റ്റിൽ പേരില്ലാത്തവർ അവരുടെ ബന്ധുവിൻ്റെ പേരാണ് സെലക്ട് ചെയ്ത് വെക്കേണ്ടത്. അതിൽ നിന്ന് അവരുടെ ബന്ധുവിൻ്റെ പാർട്ട് സീരിയൽ നമ്പർ എന്നുള്ള ഈ ഒരു നമ്പർ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇത് നമുക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളതാണ്. ശേഷം നമ്മൾ ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്തുകൊണ്ട് വീണ്ടും ഈ ഒരു ഹോം പേജിലോട്ട് തന്നെ വരണം. ഇവിടെ സർവീസസ് എന്നുള്ള ഭാഗത്തേക്ക് വീണ്ടും വന്നതിന് ശേഷം ഇനി അടുത്തത് നമ്മൾ ഫിൽ എന്യൂമറേഷൻ ഫോം എന്നുള്ള ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ സൈനപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഒരു വിൻഡോ വരും ഇതുപോലെ. ഇവിടെ ഇന്ത്യൻ റെസിഡൻറ്റ് എലക്ടർ എന്നുള്ളത് കാണാം. അതിന് താഴെയായിട്ട് മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഇമെയിൽ അഡ്രസ്സ് ഓപ്ഷനിലാണ്, അത് എൻ്റർ ചെയ്യണമെന്നില്ല. അതിന് താഴെ ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. അത് അതിന് താഴെയുള്ള ആ ഒരു കോളത്തിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ആ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മുമ്പ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. യൂസർ നിലവിലുണ്ട്, പഴയ ഡീറ്റെയിൽസ് വെച്ച് ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ലോഗിൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് വരുന്നതാണ്.
ഇവിടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ടൊരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്, അതിന് താഴെയുള്ള ആ ഒരു കോളത്തിൽ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള റിക്വസ്റ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ഒരു 6 അക്ക OTP നമ്പർ ഇവിടെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലോഗിൻ ആയി കഴിയുന്നതോടുകൂടെ വീണ്ടും നമ്മൾ ആ ഒരു മെയിൻ ഇൻ്റർഫേസിലോട്ടായിരിക്കും ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടുന്ന് നേരത്തെ പോലെ തന്നെ നമ്മൾ വീണ്ടും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്ത് സർവീസസ് എന്നുള്ള ഭാഗത്തിൽ നമ്മൾ ഫിൽ എന്യൂമറേഷൻ ഫോം എന്നുള്ളത് ഒരിക്കൽ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളതിൽ നമ്മുടെ സ്റ്റേറ്റ് കേരള എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ എൻ്റർ എപ്പിക് നമ്പർ എന്നുള്ളത് വന്നിട്ടുണ്ട്. അവിടെ എപ്പിക് നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ ID കാർഡ് നമ്പറാണ്. അപ്പോൾ ആ ഒരു ID കാർഡ് നമ്പർ നിങ്ങൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സെർച്ച് എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്കിതുപോലെ. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നെ എല്ലാം നോക്കിയിട്ടൊന്ന് ഉറപ്പ് വരുത്തുക. ശേഷം ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വോട്ടർ ID കാർഡിലെ പേരും അതുപോലെ തന്നെ ആധാർ കാർഡിലുള്ള പേരും കൃത്യമായിരിക്കണം. കറക്റ്റായിട്ട് ഒരേപോലെ പേരുള്ളവർക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അഥവാ നിങ്ങളുടെ പേര് സെയിം അല്ല എങ്കിൽ നിങ്ങളുടെ BLOയെ കോൺടാക്റ്റ് ചെയ്യാനാണ് അവിടെ പറയുന്നത്. നിങ്ങളുടെ BLOയുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് വെച്ച് നിങ്ങളുടെ BLOയെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ താഴെയുള്ള മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ 10 അക്ക മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് വോട്ടർ ID കാർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പറാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. ഇനി അഥവാ ആ ഒരു മൊബൈൽ നമ്പർ കയ്യിലില്ലാത്തവരാണെങ്കിൽ അവർക്ക് ഇവിടെ താഴെയുള്ള ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷനിൽ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. വീഡിയോയുടെ ലെങ്ത്ത് ഒത്തിരി കൂടി പോകും എന്നുള്ളതുകൊണ്ട് ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു OTP കോഡ് എൻ്റർ OTP എന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള വെരിഫൈ OTP എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള സെലക്ട് 1 കാറ്റഗറി എന്നുള്ളതിൽ 3 പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തേത് മൈ നെയിം എക്സിസ്റ്റ് ഇൻ ഇലക്ടറൽ റോൾ ഓഫ് ലാസ്റ്റ് SIR എന്നുള്ളതാണ്. അതായത് 2022 SIRൽ എൻ്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേര് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ എൻ്റെ കേസിൽ ആ ഒരു ഓപ്ഷൻ ഹൈഡാണ്. ഞാൻ 38 വയസ്സിന് താഴെയാണ്. ആയതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അവിടെ വാണിംഗ് വന്നിട്ടുള്ളത്. അടുത്ത ഓപ്ഷനായിട്ട് വരുന്നത് എൻ്റെ പാരൻസിൻ്റെ പേര് ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ ഇത്രേ വന്നിട്ടുള്ളൂ, തുടങ്ങിയവരുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം പേര് ഉൾപ്പെട്ടില്ലാത്തവരുടെ പാരൻസിൻ്റെ പേര് ഉൾപ്പെട്ടിട്ടുള്ളവർ ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്ത വരുന്ന കാറ്റഗറി എൻ്റെയോ എൻ്റെ പാരൻസിൻ്റെയോ പേര് അവസാന SIRൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് അപ്രൂവ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നൊരു കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ കാറ്റഗറിയാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് അവസാന SIRലെ ഡീറ്റെയിൽസുകളാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്വന്തം പേര് ഉൾപ്പെട്ടിട്ടുള്ളവർ അവരുടെ ഡീറ്റെയിൽസ്, ബന്ധുവിൻ്റെ പേര് ഉൾപ്പെട്ടിട്ടുള്ളവർ ആ ഒരു ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് സ്റ്റേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ സ്റ്റേറ്റ് എന്നുള്ളത് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ വരുന്നത് നിയോജക മണ്ഡലം സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. ഇവിടെ 2002 SIRൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന നിയോജക മണ്ഡലമാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്ത ഓപ്ഷനിൽ വരുന്നത് നമ്മുടെ ബൂത്തിൻ്റെ പേരും നമ്പറുമാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ നിന്നും നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ വരുന്നത് പാർട്ട് സീരിയൽ നമ്പർ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സീരിയൽ നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്ത ഓപ്ഷൻ വരുന്നത് മുകളിൽ കൊടുത്തിട്ടുള്ള ബന്ധവുമായിട്ടുള്ള റിലേഷൻ എന്താണ് എന്നുള്ളതാണ്. അവിടെ നിന്ന് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ഓപ്ഷൻ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള സെർച്ച് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സെർച്ച് റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് താഴെ. അതിന് താഴെയായിട്ടൊരു കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം 2002 കേരളത്തിലെ വോട്ടർ പട്ടികയിൽ എൻ്റെ ബന്ധുവിൻ്റെ പേര് നിലവിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ചെക്ക് ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന ഭാഗത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ളത്. അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തായി വരുന്നത് ആധാർ നമ്പർ എന്നുള്ളതാണ്. അത് ഓപ്ഷണൽ എന്ന് കൊടുത്തിട്ടുണ്ട്, എങ്കിലും അത് എൻ്റർ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അടുത്ത ഓപ്ഷൻ വരുന്നത് ഫാദർ നെയിം എന്നുള്ളതാണ്. അവിടെ ഫാദർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷനിൽ വരുന്നത് ഫാദർ എപ്പിക് നമ്പർ എന്നുള്ളതാണ്. അത് ഓപ്ഷണലാണ്, അത് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് മദേഴ്സ് നെയിം എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ മദേഴ്സ് നെയിം ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് മദേഴ്സ് എപ്പിക് നമ്പറാണ്. അത് ഓപ്ഷനിലാണ്, എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് സ്പൗസ് നെയിം, സ്പൗസ് എപ്പിക് നമ്പർ എന്നുള്ളതൊക്കെയാണ്. അത് ഓപ്ഷനിലാണ്, എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് JPEG, JPG, PNG തുടങ്ങിയ ഫോർമാറ്റ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുപോലെ 2 MB മാക്സിമം സൈസ് പാടുള്ളൂ എന്നുള്ളതുണ്ട്.
ഇവിടെ നിന്ന് ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷനിൽ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെയുള്ള സേവ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഫോട്ടോ ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ഒരു ഫോട്ടോ ഇതുപോലെ നമുക്കിവിടെ അപ്ലോഡായി വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന റിലേറ്റീവിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിതുപോലെ കാണാവുന്നതാണ്. ശേഷം താഴെ പ്രിവ്യൂ സബ്മിറ്റ് എന്നുള്ള 2 ഓപ്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ നമുക്കവിടെ പ്രിവ്യൂ എന്നുള്ളതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഡീറ്റെയിൽസ് നമുക്കിതുപോലെ കാണാവുന്നതാണ്. ശേഷം അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷൻ സബ്മിറ്റ് എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇ സൈൻ ചെയ്യുന്ന പേജിലോട്ട് വരുന്നതായിരിക്കും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇ സൈൻ ചെയ്യാനുള്ള പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ആധാർ നമ്പർ എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു ഭാഗത്ത് നമ്മുടെ ആധാർ കാർഡ് നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെയുള്ള ഗെറ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP SMS ആയി വരുന്നതായിരിക്കും. അപ്പോൾ ആ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു OTP കോഡ് എൻ്റെ ഒരു ആധാർ OTP എന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള ചെക്ക് ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ BL കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തവരാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നീട് നിങ്ങൾ ഇങ്ങനെ എൻട്രി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഡബിൾ എൻട്രിക്ക് കാരണമാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കംപ്ലീറ്റ് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എന്യൂമറേഷൻ ഫോം നമ്മൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഡീറ്റെയിൽസ് അതായത് BLOമാരുടെ ആപ്പിലേക്ക് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അവർ ഈ ഒരു ഡീറ്റെയിൽസ് വെച്ച് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും അവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിലനിർത്തുന്നതിന് എങ്ങനെയാണ് ഓൺലൈൻ വഴി എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.